ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റും, ഇത് ഹോണ്ട സിറ്റി പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടറിൽ പോകുമ്പോൾ നല്ല രീതിയിലുള്ള സൗണ്ടാണ്, കടക്കടക്കടക്കടക്കടാന്നുള്ള സൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിന്റെ സെന്ററിൽ വെച്ചേക്കുന്നതും സൈഡിൽ വെച്ചേക്കുന്ന ആ ചെറിയൊരു പ്രൊജക്ട് ചെയ്തേക്കുന്ന സാധനത്തിൽ കയറുമ്പോഴും നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ തരിപ്പുള്ള റോഡിൽ കയറുമ്പോൾ നല്ല രീതിയിൽ കടക്കടക്കടക്കടാന്നുള്ള നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഒടിച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു വരുന്ന പോലുള്ള ഒരു ഫീൽ. അതായത് ഒടിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് എടുക്കാനായിട്ട്, ഫുൾ ഒടിഞ്ഞിട്ട് തിരിച്ചെടുക്കാനായിട്ട് ഒരു പാടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൈഡിലോട്ട് അങ്ങ് ഏത് സൈഡിലോട്ടാണ് നമ്മൾ ഓടിക്കുന്നത് ആ സൈഡിലോട്ട് അങ്ങ് ഒടിഞ്ഞു പോകുന്ന പോലുള്ള ഫീൽ. ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് അങ്ങ് ഒടിഞ്ഞു പോകുന്ന പോലുള്ള ഫീൽ. റൈറ്റ് സൈഡിലോട്ടാണെങ്കിലും അതുപോലെ തന്നെ. അതുപോലെ കട്ടറിൽ കയറുമ്പോഴേ ഹമ്പ് കയറുമ്പോഴേ അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു മെറ്റൽ ടു മെറ്റൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഇതിന്റെ വണ്ടി രണ്ട് സൈഡും ഫ്രണ്ട് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് പ്ലേ ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ വീല് കിടന്ന് കുടയുന്ന പോലുള്ള ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. മുകളിലോട്ടും താഴോട്ടും പ്ലേ ചെയ്ത് മുകളിലോട്ടും താഴോട്ടും പ്ലേ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ സൈഡിലോട്ടാണ് ഏറ്റവും കൂടുതൽ പ്ലേ ഉള്ളത്. ആ സൈഡിലോട്ടൊന്നും പ്ലേ ഉണ്ടോ, നല്ല രീതിയിലുള്ള പ്ലേ ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ പ്ലേ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ലോവർ റാം കിടന്ന് ബോളിന്ന് ഊരിപ്പോയ ഒരു അവസ്ഥ. ഊരി ഇപ്പൊ പോകുന്നുള്ള പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ലോവർ റാമിന്റെ ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിക്കും ആ ബോള് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഒന്നുകൂടെ പ്ലേ ചെയ്തേ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിന്റെ അവസ്ഥ നോക്കാം. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ വീല് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ വീല് പ്ലേ ചെയ്യുന്ന അവസരത്തിൽ നല്ല രീതിയിലുള്ള പ്ലേ ആണ് ഇതിനുള്ളത്. അപ്പൊ അത് എന്താണ് ഈ പ്ലേ ആവാനുള്ള കാരണം നോക്കാം. പ്ലേ ചെയ്ത് അതും ഈ സെയിം പറഞ്ഞ പോലെ ലോവർ ആം തന്നെയാണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ബോളിന് നല്ല രീതിയിലുള്ള തേയ്മാനം ഉള്ളത് കൊണ്ടാണ് അത്രയും പ്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഇതിന്റെ ലോവർ ആം രണ്ട് സൈഡും നല്ലതുപോലെ പോയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിന്റെ വീൽ അഴിച്ചിട്ട് അതിന്റെ ലോവർ ആം അഴിച്ചെടുക്കാം. അപ്പോൾ ബോളിന് എന്തോരം പ്ലേ ഉണ്ടെന്ന് നമുക്ക് വെളിയിൽ വെച്ച് നോക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇതിന്റെ വീല് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലോവർ ആം അഴിക്കാനായിട്ട് ഇതാണ് ഇതിന്റെ ലോവർ ആം വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റെബിലൈസർ ലിങ്കിന്റെ കണക്ഷൻ നമുക്ക് അഴിച്ചു വിടണം. അത് 14 സൈസ് ആയിരിക്കും ബോൾട്ട് വരുന്നത്. അടിയിൽ നമുക്ക് നട്ടിട്ട് പിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ബോൾട്ട് ലോവർ ആമിന്റെ ഫ്രണ്ട് വരുന്നത് 19ന്റെ ബോൾട്ട് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ബുഷിന്റെ ഭാഗത്ത് വരുന്ന ബോൾട്ട് വന്നിട്ട് 17ന്റെ ബോൾട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, 2 ബോൾട്ടും നമുക്ക് അഴിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ലോവർ ആം എൻഡിന്റെ 14ന്റെ ബോൾട്ടും അഴിച്ചെടുത്തിട്ട് നമുക്ക് ലോവർ ആം അഴിച്ച് വെളിയിൽ വെക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലും ലോവർ ആം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ലോവർ ആമിന്റെ ബാക്കിൽ വരുന്ന ഈ രീതിയിലുള്ള 2 ബോൾട്ട്. ഈ ഒരു ക്ലാമ്പ് ആയിരിക്കും ബാക്കിൽ വരുന്നത്. ഇത് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന, അതായത് ഈ ഭാഗത്ത് വരുന്ന ബോൾട്ട് ആണ് ഉള്ളത്. ഇതാണ് ഇതിന്റെ ലിങ്കിന്റെ ബുഷും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇതിന്റെ നെക്കിളിന്റെ ഭാഗത്ത് വരുന്ന ബോൾട്ട്. ഓക്കെ, ഇനി നമുക്ക് ലോവർ ആമിന്റെ കണ്ടീഷൻ നോക്കാം. നമ്മളിപ്പോൾ 2 ലോവർ ആമും അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലെ ലോവർ ആം, ഇത് റൈറ്റ് സൈഡിലെ ലോവർ ആം. അപ്പോൾ റൈറ്റ് സൈഡിലെ ലോവർ ആമിനാണ് നമുക്ക് കൂടുതൽ പ്ലേ നമുക്ക് കിട്ടിയത്. ലെഫ്റ്റ് സൈഡിലും പ്ലേ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ലോവർ ആം ആണ്. ഇതിന്റെ പ്ലേ ആണ് ഇത്രയ്ക്ക് പ്ലേ ഈ ഒരു ലോവർ ആമിന് ഉണ്ട്. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലെ ലോവർ ആമിന്റെ പ്ലേ നോക്കാം. റൈറ്റ് സൈഡിലെ ലോവർ ആം ആ ടക്ക് 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 എന്നുള്ള അടി ശരിക്കും നല്ല രീതിയിൽ കേട്ടത് റൈറ്റ് സൈഡാണ്. എന്നാൽ ലെഫ്റ്റ് സൈഡിലെ ലോവർ ആമിന് പ്ലേ ഉണ്ട് തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഇങ്ങോട്ടൊന്ന് അഴിച്ചു നോക്കാം. ഇത് ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ നല്ല രീതിയിലുള്ള സൗണ്ട് ഇതിലുണ്ട്. ഇതിന്റെ ബൂട്ട് നമുക്കൊന്ന് അഴിച്ചിട്ട് ഇതിന്റെ ലോവർ ആമിന്റെ പ്ലേയും കാര്യങ്ങളും ഒന്ന് നോക്കാം. നമ്മളിപ്പോ ബൂട്ട് അഴിച്ചപ്പോ
അത്രയ്ക്ക് പ്ലേ ആണ് ഇതിനകത്ത് ഉള്ളത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, നല്ല രീതിയിലുള്ള പ്ലേ ആണ്. അപ്പൊ ഇനി നമ്മൾ ഓട്ടത്തിൽ ചിലപ്പോൾ ഒരു ഹമ്പൊക്കെ പെട്ടെന്നൊന്ന് ചാടി ഇറങ്ങുമ്പോൾ വീലൊക്കെ ഒന്ന് ഒടിക്കുന്ന അവസരത്തിൽ, നല്ല രീതിയിൽ വളവൊക്കെ തിരിയുന്ന അവസരത്തിൽ എന്താ ഇത്രയും പ്ലേ ഇവിടെ വന്നേക്കുന്നതുകൊണ്ട് ഈ ബോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഊരി വെളിയിലോട്ട് പോകും. വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആക്സിൽ കുത്തും, അതായത് വീല് ഒരു സൈഡ് കൊണ്ട് ഉള്ള പിടുത്തം വിട്ടുപോയിട്ട് വീൽ ഇങ്ങനെ ചരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും. പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ആക്സിഡന്റ് ആവുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആക്സിൽ തള്ളിപ്പോവും. ആക്സിൽ തള്ളിപ്പോയിട്ട് പിന്നെ ഗീറോയിലും കാര്യങ്ങളൊക്കെ പോകുന്ന അവസ്ഥയും നല്ലൊരു ആക്സിഡന്റിലോട്ടൊക്കെ അത് പോകും. അപ്പോൾ ഇത്രയും നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്. അതായത് ഇത് കുറെ കാലമായിട്ട് ഇതിന്റെ ഈ ഒരു കട്ടറിൽ പോകുമ്പോഴുള്ള സൗണ്ട് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അതായത് നല്ല രീതിയിലുള്ള പ്ലേ ആണ്. ഇങ്ങോട്ട് നോക്കി, ഇതാണ് ഈ കിടന്ന് കടക്കടക്കടാന്ന് അടിക്കുന്ന ഒരു പ്ലേ. ഇത്രയ്ക്ക് ഗ്യാപ്പാണ് ഈ ഒരു ബോളിനകത്ത് ഉള്ളത്. നല്ല രീതിയിലുള്ള ഗ്യാപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ബൂട്ടോടെ നമുക്കൊന്ന് കുത്തി നോക്കിയിട്ട് എത്ര പ്ലേ വരുന്നുണ്ടെന്നുള്ളത് നോക്കാം. ശരിക്കും തുരുമ്പായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ബോളിൽ നോക്കുമ്പോൾ നമ്മൾ ഇതിനെ അപേക്ഷിച്ചുള്ള പ്ലേ ഇല്ല, എന്നാൽ പ്ലേ ഉണ്ട് താനും. ഏകദേശം ഒരു 2 mm പ്ലേ ഇതിന്റെ ബോളിനുള്ളിൽ ഉണ്ട്. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും പ്ലേ ഇതിനകത്ത് ഉണ്ട്. മെറ്റേനെ അപേക്ഷിച്ച് ഇതും ഇതേപോലെ സൗണ്ട് കേൾക്കും. നല്ല കട്ടറിൽ വീഴുമ്പോൾ ഇതും സൗണ്ട് കേൾക്കും. നല്ല രീതിയിലുള്ള പ്ലേ ആയിരിക്കും. ടയറൊക്കെ നല്ല രീതിയിൽ വെട്ടി തേഞ്ഞു പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലെ ഇത്രയും പ്ലേ ഉണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലാണ് നല്ല രീതിയിലുള്ള പ്ലേ നമ്മൾ കൂടുതലായിട്ടും കണ്ടത്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്ലേ ആണ്. ഇത് കടകടാന്ന് അടിക്കുന്ന ഒരു ഫീലിലേക്ക് വരെ വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്. അപ്പോൾ ഇത് ലോറാമും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. നമ്മളിപ്പോൾ പുതിയ 2 ലോറാം എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള ടൈറ്റ് ഇതിൽ ഉണ്ട്, ഇതിന്റെ ബോൾ ആൻഡിന് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിന്റെ വീലിന്റെ പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ ലോവറാമിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും ലോവറാം നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കാണുന്ന ബോൾട്ട് നമ്മളിപ്പോൾ കാണുന്ന ബോൾട്ട് വണ്ടി ഇറക്കിയതിന് ശേഷം വേണം ഫുൾ ടൈറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഈ ഭാഗവും അതേപോലെ തന്നെ വണ്ടി ഇറക്കിയതിന് ശേഷം വേണം ഈ കാണുന്ന ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വീലൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. വണ്ടിയുടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീലൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ഷേക്ക് ചെയ്യും. ഷേക്ക് ചെയ്യുമ്പോൾ വേറെ പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ വീലൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. ഷേക്ക് ചെയ്യുമ്പോൾ വേറെ ഷേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളിപ്പോൾ 2 സൈഡിലെ ലോവർ ആം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ആ ഫ്രണ്ടിലെ ബോൾട്ട്, അതായത് ഈ ഭാഗത്ത് ലോവർ ആമിൻ്റെ വരുന്ന ബോൾട്ട് വണ്ടി ഇറക്കുന്നതിന് ശേഷം മാത്രം ഫുൾ ടൈറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. ഇല്ലെന്നുണ്ടെങ്കിൽ ബുഷ് പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ടറിൽ പോകുമ്പോഴുള്ള സൗണ്ട്, അതുപോലെ തന്നെ ഹമ്പ് കയറുമ്പോൾ ചെറിയ ചെറിയ തരിപ്പ് റോഡിൽ പോകുമ്പോഴുള്ള സൗണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ഈ സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നത് ഇത്രയും പ്ലേ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ സൗണ്ട് ലോറാമിനുണ്ടെങ്കിൽ തന്നെ ലോറാമ് മാറ്റി വിടുക. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഓടിക്കുന്ന സമയത്ത് ഇതേന്ന് ബോൾ ഊരിപ്പോവും, ആക്സിഡൻറ്റ് വെളിയിൽ തള്ളും, വീല് ചരിഞ്ഞു പോവും, വണ്ടി ആക്സിഡൻ്റ് ആവും, ചിലപ്പോൾ വണ്ടി മറിയാനൊക്കെ ഉള്ള സാഹചര്യം അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഹോണ്ട സിറ്റി പഴയ മോഡലാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.